ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെറിയൊരു ഓഫർ സെയിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇടാത്ത കുറച്ച് വെറൈറ്റികളാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റേറ്റും പറഞ്ഞു പോകുന്നുണ്ട്. ഓരോന്നും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് പറയില്ല ചെയ്യണ ഇതിനകത്ത് സൈസും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് ജയ്പോങ്ങിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ തുടക്കം തന്നെ പറയുകയാണ്, ഇതിൻ്റെ കൊറിയർ വന്നിട്ട് നമുക്ക് മൺഡേ ആയിരിക്കും കേട്ടോ. ഞങ്ങളുടെ അവധികളല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ജയ്പോങ്ങിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതാണ് ജയ്പോങ്ങിൻ്റെ സൈസ് വരുന്നത്. പല സൈസിലുള്ളതുണ്ട്, പക്ഷേ റേറ്റ് കോമൺ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് എല്ലാതും. കേട്ടോ, ഇതൊക്കെയാണ് സൈസ് വരുന്നത്. 170 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ജയ്പോങ്ങിൻ്റെ. ഇതിൽ വെച്ചിരിക്കുന്ന അത്ര എണ്ണം തന്നെയാണ് ഉള്ളത്, കൂടുതലായിട്ട് നമ്മുടെ കയ്യിലില്ല കേട്ടോ. ഇതിൽ കാണുന്ന ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്ലാന്റ്. സെക്കൻഡ് പ്ലാന്റ് വന്നിട്ട് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ സൂപ്പർ വൈറ്റ് ഇട്ടിരുന്നു, 160 ഇട്ടിരുന്നത്. അത് ചെറുതായിരുന്നു. ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 190. അതിലും വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഇതേ കണ്ടോ, വലിപ്പം ലീഫുകളും വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാതും ഈ 4 തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കൂടുതലായിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഉള്ളത് 4 വെച്ചത്, നിങ്ങൾക്ക് സൈസ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്നായിരിക്കും കേട്ടോ ഞാൻ ഓരോന്ന് തരണത്, 4 പ്ലാന്റിൽ നിന്ന്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേ മിൽക്കി വൈറ്റ് ആണ് കേട്ടോ. ഇത് മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ്. അതെ, ഇത് എല്ലാം അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടോ, ചിലയിൽ ഷൂട്ട്സ് ഉണ്ട്, ഇതിനകത്തുണ്ട്, ഇതിലും ഉണ്ട് കേട്ടോ. ഒരു ഷൂട്ട് ഉണ്ട് കേട്ടോ. ഇത് വേറെ ഷൂട്ടാണ്, മറ്റേൽ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വന്നിട്ട് 200 കേട്ടോ റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല, ഇപ്പോൾ ഇതിൽ കാണിച്ചാലൊക്കെ നല്ല ബുഷും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. മിൽക്കി വൈറ്റ് വരുന്നത് 200 റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. 3 പ്ലാന്റാണ് നമുക്ക്, 3 ഒരെണ്ണം കൂടി ഉണ്ട്. 4 പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ 3 വെച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഏകദേശം സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 170 കേട്ടോ റെഡ് ഏഞ്ചലിൻ്റെ റേറ്റ് വരുന്നത്. പ്ലാന്റിൻ്റെ റെഡ് ഏഞ്ചിൽ അധികം ഹൈറ്റ് വയ്ക്കാത്ത വെറൈറ്റിയാണ് കേട്ടോ. മാക്സിമം ഈ ഒരു ഹൈറ്റ് തന്നെയാണ് ഉണ്ടാവുക. നല്ല ബുഷിയായിട്ട് വളരാണ് കേട്ടോ ചെയ്യത്. അധികം ഹൈറ്റ് വരില്ല റെഡ് ഏഞ്ചിൽ. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റ് ഒരെണ്ണം കൂടി ഉണ്ട്. 4 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമുക്കൊരു 3 പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ഞാൻ പണ്ട് വന്നതിൽ ഞാൻ റീപോർട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റുകളാണ്, ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട്. ചെറുതായിരുന്നു വന്നപ്പോൾ. അപ്പോൾ നമുക്ക് ആ വില ഒക്കാത്ത കാരണം ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ കൊടുക്കാനായിട്ട്. ഈ കാണുന്ന 3 പ്ലാന്റാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. ഇതിന് റേറ്റ് വന്നിട്ട് 270 കേട്ടോ റേറ്റ് വരുന്നത് റെഡ് ഏഞ്ചിൽ. 3 റെഡ് ഏഞ്ചിലല്ല, റെഡ് വൈനാണ് കേട്ടോ. 3 നമുക്ക് ഉള്ളത്. വേറെ ഇല്ല. ഞാൻ കുറച്ച് നാളെ ആരൊക്കെ എൻ്റെ അടുത്ത് റെഡ് വൈൻ ചോദിച്ചിരുന്നു, പക്ഷെ ഞാൻ കൊടുക്കാണ്ട് വെച്ചേക്കായിരുന്നു, ഒരു ഇതായിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട്. ഇപ്പോൾ ഇതൊക്കെ പുതിയ ലീഫുകൾ വിരിഞ്ഞു തുടങ്ങിയത്, അതേ കാണുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ വിരുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉഷാറായ കാരണം ഞാൻ വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ വേറെ ആണെങ്കിലും എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. നമുക്ക് വരുമ്പോൾ കുറേ ഡാമേജ് ആയിട്ടാണ് വരിക പ്ലാന്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് അയക്കണ പോലെ നമുക്ക് വരുമ്പോൾ കുറേ ഒടിഞ്ഞിട്ടും നുറുങ്ങിയിട്ടും അഴുകിയിട്ടൊക്കെ ആവും നമുക്ക് വരാം. അപ്പോൾ അതിൽ നിന്നുള്ളതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നല്ലത് മാത്രമാണ് നമ്മൾ സെയിലിന് വെക്കണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ 3 എൻ്റെ കയ്യിലുള്ളൂ സെയിലിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഈ പ്ലാന്റുകളാണ്. ഇത് വന്നിട്ട് നമ്മുടെ സ്പാർക്ലിങ്ങിൻ്റെ പ്ലാന്റാണ് കേട്ടോ. 100 രൂപയാണ് റേറ്റ് വരുന്നത്. 2 പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 100 പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റാണ്. ഇത് വന്നിട്ട് ഗ്രീൻ പീക്കോക്ക് എന്ന് പറഞ്ഞാൽ പീക്കോക്കിൻ്റെ ഗ്രീനാണ് കേട്ടോ. ആ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 150 കേട്ടോ. ഇത് ഈ ഒരൊറ്റ ഒരെണ്ണം തന്നെയാണുള്ളത്. നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കോബ്രയാണ് കേട്ടോ. കോബ്രയുടെ മദർ പ്ലാന്റാണ്. നല്ല ബുഷിയുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. ഇതിന് റേറ്റ് വന്നിട്ട് 230 കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം എല്ലാതും 270 പ്ലാന്റ്സാണ്. റെഡ് വൈന് മാത്രമാണ് ആ ഒരു റേറ്റ് ഉള്ളത്. ബാക്കിയെല്ലാം മാക്സിമം അതിനുള്ളിലുള്ള റേറ്റുകളാണ് ഉള്ളത്. ഓരോന്നും എത്ര ഉണ്ടെന്ന് ഞാൻ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. സൈസും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം. നമുക്ക് കൊറിയർ വന്നിട്ട് മൺഡേ ആണ് കേട്ടോ. ഇതിൽ കൂടാത്ത ഏതെങ്കിലും പ്ലാന്റ്സുകൾ ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചോദിച്ചാൽ മതി കേട്ടോ. ഇതിലിടാത്തത് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഓരോ തവണ ഇടുന്നത് അടുത്ത തവണ ഇടണില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ വെറൈറ്റികളും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മുന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ.